അടുത്ത 1.5 പതിറ്റാണ്ടിനുള്ളിൽ UK തുർക്കിയേക്കാളും ലിത്വേനിയേക്കാളും ദരിദ്ര രാഷ്ട്രമായി മാറുമെന്ന് ഏറ്റവും പുതിയ പഠന റിപ്പോർട്ടുകളിൽ പറയുന്നു. സെൻട്രൽ ഫോർ എക്കണോമിക് ആൻഡ് ബിസിനസ് റിസർച്ചിൻ്റെ പഠനത്തിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. 2050 ആകുമ്പോഴേക്കും UK ലോകത്തിലെ വെറും 46ാമത്തെ സമ്പന്ന രാജ്യമായി മാറുമെന്നാണ് ഇവരുടെ പഠനത്തിൽ വ്യക്തമാക്കുന്നത്. നിലവിൽ UK 30ാമത്തെ സമ്പന്ന രാജ്യമാണ്. എന്നാൽ വരുന്ന 25 വർഷക്കാലത്തിനിടയിൽ സമ്പന്നരായ അയൽ രാജ്യങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ബ്രിട്ടീഷുകാർ കൂടുതൽ ദരിദ്രരാകുമെന്നാണ് ഇവരുടെ പഠന റിപ്പോർട്ടുകളിൽ പറയുന്നത്. വരുന്ന 20 വർഷത്തിനുള്ളിൽ തന്നെ യൂറോപ്പിലെ ഏറ്റവും ദരിദ്രമായ രാഷ്ട്രങ്ങളിലൊന്നായ തുർക്കി പോലും ബ്രിട്ടനേക്കാൾ നല്ല വളർച്ച കൈവരിക്കുമെന്നാണ്, സമ്പന്നമാകുമെന്നാണ് ഇവരുടെ പഠന റിപ്പോർട്ടുകളിൽ പറയുന്നത്. ഇപ്പോഴുള്ള 30ാം സ്ഥാനത്ത് നിന്നാണ് UK 2050 46ാം സ്ഥാനത്തേക്ക് കൂപ്പുകുത്തുന്നത്. അതുകൊണ്ട് തന്നെ വരും നാളുകളിൽ UK കൂടുതൽ കടുത്ത ചെലവ് ചുരുക്കൽ നടപടികളിലേക്ക് കടക്കുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ പ്രവചിക്കുന്നത്. എന്നാൽ UKയിലെത്തിയിട്ടുള്ള വിദേശികളിൽ പലരും സാമ്പത്തികമായ സുസ്ഥിര വളർച്ച കൈവരിക്കുമെന്നും ഇവരുടെ പ്രവചനങ്ങളിൽ പറയുന്നു. UKയിൽ തന്നെ ഏകദേശം 20 ലക്ഷത്തോളമാണ് ഇന്ത്യക്കാരുള്ളത്. അതിൽ തന്നെ ഏകദേശം 5 ലക്ഷത്തോളം മലയാളികളുമുണ്ട്. UKയിലുണ്ടാകുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഇന്ത്യക്കാരെയും മലയാളികളെയും ബാധിക്കുമെങ്കിലും മറ്റുള്ളവരെ പോലെ അത്ര കാര്യമായി ബാധിക്കുകയില്ല എന്നതാണ് സെൻട്രൽ ഫോർ ഇക്കണോമിക്സിൻ്റെ പഠനത്തിൽ വ്യക്തമാക്കുന്നത്. എങ്കിലും ബ്രിട്ടൻ്റെ GDP വളർച്ച കുറഞ്ഞു കഴിഞ്ഞാൽ, സാമ്പത്തിക അരക്ഷിതാവസ്ഥ വന്നു കഴിഞ്ഞാൽ അത് UKയിലുള്ള മലയാളികളെയും ബാധിക്കുമെന്നതിൽ ഒരു തർക്കവുമില്ല. ബ്രിട്ടൻ്റെ സാമ്പത്തിക പ്രശ്നങ്ങളിൽ നിന്നും സാമ്പത്തിക ഞെരുക്കത്തിൽ നിന്നും രക്ഷപ്പെടുവാൻ ബ്രിട്ടൻ കണ്ടിരിക്കുന്ന മാർഗങ്ങളിൽ ഒന്നാണ് ഇന്ത്യയുമായുള്ള വ്യാപാര കരാർ. ആ വ്യാപാര കരാറിലൂടെ ഇരു രാജ്യങ്ങളും തമ്മിൽ കൂടുതൽ വ്യാപാരങ്ങൾ നടത്തി ഇരു രാജ്യങ്ങളിലെയും ജനങ്ങളുടെ ക്ഷേമത്തിനും ഉന്നമനത്തിനും വേണ്ടി കൂടുതൽ പ്രവർത്തിക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, താങ്ക് യു, നമസ്കാരം.